ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണ എൻ്റെ ക്യാബിൻ ടൂറാണ്. അതായത് ഷിപ്പിലിൻ്റെ റൂമിൽ എന്തൊക്കെയുണ്ടെന്ന് ഫുള്ളായിട്ട് കവർ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ക്യാബിലോട്ട് പോവാം. ഇതാണ് നമ്മളുടെ ഷിപ്പിൻ്റെ അക്കോമഡേഷൻ. അപ്പർ ഡെക്ക്, എ ഡെക്ക്, ബി ഡെക്ക്, സി ഡെക്ക്, ഡി ഡെക്ക്, പിന്നെ നാവിഗേഷൻ ബ്രിഡ്ജ്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇത് വരുന്നത് നമ്മളുടെ ഷിപ്പിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലാണ്. ഇനി നമുക്ക് അകത്തോട്ട് പോവാം. ഡി ഡെക്ക് സ്റ്റെപ്പ് കയറി വരുമ്പം തന്നെ ഫസ്റ്റ് കാണുന്നത് എൻ്റെ ക്യാബിനാണ്. ഇത് കണക്ക് നമ്മളുടെ റാങ്ക് നമ്മളുടെ ക്യാബിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കൊടുത്തിരിക്കും. ഈ ഡെക്കിൽ തന്നെ വേറെയും ഓഫീസേഴ്സിൻ്റെ ക്യാബിനുണ്ട്. എൻ്റെ ഇപ്പുറത്തെ സൈഡിൽ തേർഡ് ഓഫീസറിൻ്റെയും ഈ സൈഡിൽ ഫോർത്ത് എഞ്ചിനീയറിൻ്റെ ക്യാബിനാണ്. ഇനി നമ്മളുടെ ക്യാബിൻ്റെ അകത്തോട്ട് പോവാം. അപ്പം ഇതാണ് എൻ്റെ ക്യാബിൻ. അത്യാവശ്യം നല്ല സ്പേസുള്ള നല്ലൊരു ക്യാബിനാണ് ഇത്. ഇത്രയും നീറ്റായിട്ട് കിടക്കുന്നത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും നീറ്റാക്കി ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്യാബിൻ ഇൻസ്പെക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ സമയം ക്യാബിൻ ക്ലീനാക്കി ഇടാനേ നോക്കത്തുള്ളൂ. നമുക്കപ്പം ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. ഇവിടെ നമുക്കൊരു വാൾഡ്രോബ് ഉണ്ട്. ഇതിന് മെയിനായിട്ട് 2 സ്പേസാണ് വരുന്നത്. താഴെ നമ്മളുടെ ഡ്രസ്സൊക്കെ വെക്കാനും മുകളിൽ ലൈഫ് ജാക്കറ്റും ഇമേഴ്സൺ സൂട്ടും വെക്കാനാണ്. അതായത് എന്തെങ്കിലും എമർജൻസി അബാൻഡൻ ഷിപ്പൊക്കെ വന്നാൽ നമ്മൾ ഇത് രണ്ടും എടുത്തിട്ട് വേണം നമ്മൾ മസ്റ്റർ സ്റ്റേഷനിൽ മസ്റ്റർ ചെയ്യേണ്ടത്. അപ്പം ഇതാണ് നമ്മളുടെ ലൈഫ് ജാക്കറ്റ്. പിന്നെ കൂടെ ഇരിക്കുന്നത് നമ്മളൊരു ബാഗിൽ ഇമേഴ്സൺ സൂട്ടുമാണ്. അപ്പം നമുക്കിത് അടയ്ക്കാം. ഇവിടെ ഇനി താഴത്തെ സ്പേസിലാണ് നമ്മളുടെ ഡ്രസ്സൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെ ഡ്രസ്സൊക്കെ കുറവാണ്. നമ്മൾ ഷിപ്പിൽ കൂടുതൽ ഡ്രസ്സ് കൊണ്ടുവരാറില്ല. പിന്നെ ഇവിടെ നമ്മൾ യൂണിഫോമും ഇതെല്ലാം ഹാങ് ചെയ്തിടാനായിട്ടൊരു ഇതുണ്ട്. പിന്നെ താഴെ നമ്മളുടെ ബാഗും ഷൂസും എല്ലാം ഇതിൻ്റെ അകത്താണ് ഞാൻ വെക്കുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു നല്ലൊരു മിററുണ്ട്. നമുക്കിവിടെ ഇങ്ങനെ നോക്കാം. സാധാരണ മിററൊക്കെ പുറത്താണ് വരുന്നത്, പക്ഷേ ഷിപ്പിൽ ഇതൊക്കെ അകത്തായിരിക്കും. കാരണം റോളിങ്ങും പിച്ചിങ്ങും ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും തട്ടി ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ നമുക്കിവിടെ ഉള്ളത് ഒരു മെയിൻ സ്വിച്ചാണ്. നമ്മളുടെ ക്യാബിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്യുന്ന സ്വിച്ചാണ്. നമുക്ക് 4 ലൈറ്റാണ് ഈ ക്യാബിന് വരുന്നത്, മെയിൻ ലൈറ്റ്. പിന്നെ എമർജൻസി ലൈറ്റ് ഉണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അത് ബെഡിൻ്റെ സൈഡിലാണ്. ഇതാണ് നമ്മളുടെ മെയിൻ ലൈറ്റ്സ്. അങ്ങനെ 4 ലൈറ്റാണ് നമുക്കുള്ളത്. പിന്നെ ഇവിടെ നമുക്കുള്ളത് 2 ബിന്നാണ്. പ്ലാസ്റ്റിക്കും ഡൊമസ്റ്റിക് വേസ്റ്റ് ഇടാനായിട്ട് 2 ബിന്നുണ്ട്. രണ്ടും സെപ്പറേറ്റ് ആക്കി ഈ വേസ്റ്റ് ഇടാനേ നമുക്ക് പറ്റത്തുള്ളൂ. പിന്നെ നമുക്കിവിടെ യൂണിഫോമൊക്കെ ഹാങ് ചെയ്തിടാം. പിന്നെ ഇവിടെ ഒരു വാളാട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഷിപ്പിൻ്റെ ക്ലോക്ക്, നമുക്ക് സമയം നോക്കാൻ. ഇത് നമുക്ക് ടൈം ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അത് ബ്രിഡ്ജിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെയും ചേഞ്ച് ആവും. പിന്നെ ഇവിടെ നമ്മളുടെ സ്പീക്കറാണ്. എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ അനൗൺസ് ചെയ്താൽ നമുക്ക് ക്യാബിനിൽ ഇരുന്ന് കേൾക്കാം. ഇതാണ് നമ്മളുടെ ടേബിളിൽ ടേബിൾ ലാമ്പുണ്ട്. പിന്നെ ഈ ഇട്ടിരിക്കുന്നതാണ് ആൻറ്റി സ്കിഡ് മാറ്റ്. നമ്മൾ ഷിപ്പ് റഫ് വെതറിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റോളിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ടേബിളിൻ്റെ മുകളിലുള്ളതൊന്നും താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ ബ്രിഡ്ജ് ടീമിൻ്റെ ഒരു ഫോട്ടോയാണ്. പിന്നെ നമുക്കിവിടെ ചാർജിങ് പോർട്ടൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം ടേബിൾ ലാമ്പും ഇതും എല്ലാം ചാർജ് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല ഒരുപാട് പോർട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഷിപ്പിൻ്റെ ക്യാമറ. നമുക്ക് ഫോട്ടോസോ എല്ലാം ഒക്കെ എടുക്കണമെങ്കിൽ ഇൻട്രൻസിക്കലി സേഫ് ക്യാമറയാണിത്. ഇതാണ് നമ്മുടെ UHF. അത്യാവശ്യം വേണ്ട സാധനമാണ്, ഷിപ്പിലെ ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. എപ്പോഴും നമ്മളിത് ചാർജ് ചെയ്ത് വെക്കണം. ക്യാബിന് കയറി ഉടനെ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഇത് ചാർജ് ചെയ്യും. കാരണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആവശ്യം വരും. ഇതാണ് നമ്മുടെ ഫോൺ. ഷിപ്പിൽ എനിക്ക് ഒട്ടും കണ്ടുകൂടാത്ത സാധനമാണ് ഈ ഫോൺ. പിന്നെ ഇതൊക്കെ നമ്പറാണ്. നമുക്ക് ആരെങ്കിലും വിളിക്കണമെങ്കിൽ ഈ നമ്പർ നോക്കി വിളിക്കാം. പിന്നെ ഷിപ്പിൽ നമുക്ക് ഈ ക്യാബിന് ഇരുന്ന് സ്മോക്ക് ചെയ്തുകൂടാ. ഇവിടെ സെൻസറുണ്ട്. അതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സ്പേസ് ഉണ്ട്, അവിടെ സ്മോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും ബുക്സൊക്കെ വെക്കാനായിട്ട്. ഇതിൽ ഞാൻ അങ്ങനെ ഒന്നും വെക്കാറില്ല, കാരണം റോളിംഗ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ ടേബിളിൻ്റെ താഴെ ഉള്ളത് ഒരു നല്ലൊരു റെഫ്രിജറേറ്ററാണ്. നമ്മൾ ഫുഡൊക്കെ ഇവിടെ വെക്കും. രാത്രിയൊക്കെ നമുക്ക് വല്ലതും കഴിക്കണമെങ്കിൽ താഴെ പോകേണ്ട, നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് കഴിക്കാം. ഇവിടെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും ചോക്ലേറ്റ്സും കൂൾ ഡ്രിങ്ക്സും പിന്നെ കുറച്ച് ഐസ്ക്രീമും ഒക്കെ വെച്ചിട്ടുണ്ട്. രാത്രി മൂവീസൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് കഴിക്കാം. താഴെ പോകേണ്ട ആവശ്യമില്ല എപ്പോഴും. ഐസ്ക്രീമൊക്കെ തീർന്ന ഒരുവിധം. ഇനിയിപ്പോൾ അടുത്ത സൺഡേ ആയിട്ട് വേണം ഇനി അടുത്തത് ലോഡ് ചെയ്യാൻ. ഇനിയിപ്പോൾ നമുക്കിവിടെ ഒരു ചെയറുണ്ട്. ചെയറാണെങ്കിൽ താഴെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടേക്കാണ്. ഈ ഷിപ്പ് റോൾ ചെയ്യുമ്പം ഈ ചെയർ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റപ്പ്. അപ്പം ചെയർ ഇവിടെ തന്നെ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അവിടെ അടിക്കത്തൊന്നുമില്ല.
പിന്നെ നമുക്കിവിടെ ഒരു സോഫയുണ്ട്. നമ്മളുടെ സോഫയുടെയും ബെഡിൻ്റെയും ഡയറക്ഷൻ വേറെ വേറെയാണ്, കാരണം റോളിങ്ങും പിച്ചിങ്ങും അനുസരിച്ച് നമുക്ക് മാറി മാറി കിടക്കാം. പിന്നെ ഇവിടെ നമുക്കൊരു വിൻഡോ ഉണ്ട്. ഈ കർട്ടൻ മാറ്റുമ്പം ഇതാണ് നമ്മളുടെ വിൻഡോ. ഈ ഒരു ഷീറ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ റോളിംഗ് ഉള്ളപ്പം കർട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പം വെട്ടം അടിക്കും. അപ്പം ആ വെട്ടം അടിക്കാതിരിക്കാനാണ് ഈ ഒരു ഷീറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ല. ഇത് പിടിച്ചിടാം. അല്ലെങ്കിൽ പകലൊക്കെ റോളിംഗ് ഉണ്ടെങ്കിൽ നമ്മളിപ്പം കിടന്നുറങ്ങുകയാണെങ്കിൽ സൺലൈറ്റ് മുഖത്തടിക്കും. അപ്പം ഇതിട്ടാൽ വലിയ പ്രശ്നം കാണത്തില്ല. പിന്നെ ബെഡിൻ്റെ ഈ സൈഡിലായിട്ട് കുറച്ച് ഡ്രോവേഴ്സ് ഉണ്ട്. ഇതിൽ ഞാൻ ബുക്സും കുറച്ച് ഫയൽസൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ ബുക്സും പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സ്നാക്സൊക്കെ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളുടെ ബെഡ്. ബെഡിൻ്റെ അടിയിലും ചെറിയൊരു സ്റ്റോറേജ് ഉണ്ട്. പിന്നെ സൈഡിൽ ചെറിയൊരു ടേബിളുണ്ട്. പിന്നെ മേളിലൊരു സ്പേസ് ഉണ്ട് ടൈം പീസൊക്കെ വെക്കാനായിട്ട്. പിന്നെ ഇതിലാണ് ഞാൻ കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വയറും ചാർജറൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാനായിട്ടുള്ള സോക്കറ്റ് ഉണ്ട്. പിന്നെ ഇതാണ് നമ്മളുടെ എമർജൻസി ലൈറ്റ്. ഷിപ്പിലെ മെയിൻ പവർ പോയാലും ഈ ലൈറ്റ് കത്തും, നമ്മൾ മെയിൻ ലൈറ്റ് കത്തത്തില്ല. അതുകൊണ്ടാണ് ഇത് എമർജൻസി ലൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇതാണ് ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ നമ്മളുടെ ക്യാബിൻ്റെ വ്യൂ. ഞാനിപ്പോൾ ഈ സൈഡിൽ നിന്ന് ഒരു ഓവർവ്യൂ കാണിച്ചു തരാം. പിന്നെ നമ്മളുടെ ടേബിളിൻ്റെ ഈ സൈഡിലും കുറച്ച് ഡ്രോവേഴ്സ് ഉണ്ട്. അതിലും നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം. പിന്നെ നമ്മളുടെ സീലിംഗ് ഇതാണ്. പിന്നെ ഇവിടെ നമുക്കൊരു AC വെൻ്റ് ഉണ്ട്. ഇതിൽ കൂടെയാണ് നമ്മൾ AC വരുന്നത്. നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ചുമന്ന നോബ് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് AC അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിനി നമ്മളുടെ വാഷ്റൂമിലോട്ട് പോകാം. ഈ സൈഡിലാണ് നമ്മളുടെ വാഷ്റൂം ഉള്ളത്. ഇതിന് ലൈറ്റ് ഉണ്ട്. ഇവിടെ ലൈറ്റ് നമുക്ക് ഇട്ടിട്ട് അകത്തോട്ട് കയറാം. അപ്പം ഇതാണ് നമ്മളുടെ വാഷ്റൂം. ഇവിടെ ചെറിയൊരു മിററുണ്ട്. പിന്നെ നമ്മളൊരു നല്ലൊരു വാഷ് ബേസിനുണ്ട്. പിന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് നമ്മളുടെ ഈ മിററിൻ്റെ ബാക്കിൽ ചെറിയൊരു സ്റ്റോറേജ് ഉണ്ട്. നമ്മളുടെ ട്രിമ്മറും പിന്നെ ഈ പേസ്റ്റും സോപ്പും ഇതൊക്കെ വെക്കാനായിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ട്. നമുക്കിത് ക്ലോസ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ ഈ ടോയ്ലറ്റിൻ്റെ ഈ 2 ഫ്ലഷ് ഉണ്ട്. പിന്നെ നമുക്കിവിടെ ബാത്ത് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ നമുക്ക്. പിന്നെ നമുക്ക് ഈ വാട്ടർ ടെമ്പറേച്ചർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ഒരു ഇതുണ്ട്, നോബുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നമുക്ക് വാട്ടർ ടെമ്പറേച്ചർ മാറ്റാം. പിന്നെ ഇത് എന്തിനാന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ടവല് വല്ലതും ഇടാനായിരിക്കും. പിന്നെ ഇവിടെ ഒരു ലൈറ്റും സ്പീക്കറും ഉണ്ട്. വാഷ്റൂമിൽ സ്പീക്കർ എന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പം വാഷ്റൂമിലാണെങ്കിൽ എന്തെങ്കിലും എമർജൻസി അനൗൺസ് ചെയ്താൽ നമുക്ക് കേൾക്കണം. ഇപ്പം ഷിപ്പിൽ എന്തെങ്കിലും ഫയറൊക്കെ ഉണ്ടെങ്കിൽ അനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പം തന്നെ മസ്റ്റർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് വാഷ്റൂമിൽ ഈ സ്പീക്കറൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പം മാക്സിമം ഞാൻ എൻ്റെ ക്യാബിൻ ഫുള്ളും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ റൂമിലുള്ളത്. ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും ഷിപ്പിലെ റൂം എങ്ങനെയാണ്. അടുത്ത വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഫുൾ ഷിപ്പ് ടൂറാണ്. അതായത് ഷിപ്പിലെ A to Z, നാവിഗേഷൻ ബ്രിഡ്ജ് തൊട്ട് എൻജിൻ റൂം, സ്റ്റോർസ്, ഷിപ്പിലെ കിച്ചൺ, ഡെക്ക്, അങ്ങനെ ഫുള്ള് ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു തരാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.